കാബേജ് വെച്ചിട്ട് സ്ഥിരമായിട്ടുണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ ഇടയ്ക്കൊന്ന് മാറ്റിപ്പിടിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയപ്പോൾ ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെസിപ്പി കണ്ടാലോ? അപ്പോൾ നല്ല വലിയൊരു കാബേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊന്നും വേണ്ട, നമുക്കൊരു പകുതിയോളം അങ്ങോട്ട് മുറിച്ചെടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ജീരകം പൊട്ടിച്ച് അതിലേക്ക് പച്ചമുളക്, ഉള്ളി, പിന്നെ അതുപോലെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല കൂടി ആഡ് ചെയ്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ, നമ്മുടെ കടലപ്പൊടിയാണ്. ആ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചേർത്ത സമയത്ത് കുറച്ച് അധികമായി പോയി കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുള്ള കാബേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മസാലയും കാബേജും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് കവറായിട്ട് വരുന്നത് വരെ യോജിപ്പിച്ച് കൊടുക്കുക. കാബേജ് വെച്ചിട്ട് പല വെറൈറ്റീസും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കൂട്ടത്തിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഒരിക്കലും തോരനൊക്കെ ഉണ്ടാകുമ്പം ഈ ഒരു കടലമാവ് അധികം ചേർക്കാറില്ലല്ലോ. അപ്പോൾ ഇതൊരു വെറൈറ്റി സാധനം തന്നെ ആയിരിക്കും. അപ്പോൾ എന്താകും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ മസാലയൊക്കെ നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലാസ്റ്റ് ടൈം കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാബേജിൻ്റെ വെറൈറ്റി അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടലപ്പൊടി കുറച്ചധികമായതിൻ്റെ ഒരു ഫ്ലേവർ എടുത്ത് നിൽക്കുന്നുണ്ട്. അത് നോക്കിയായിട്ടുണ്ടെങ്കിൽ സംഭവം കുഴപ്പമില്ല കേട്ടോ.